ഹായ് ഗായ്സ്, ഇപ്പോൾ സമയം 5:15. ഉച്ചയ്ക്ക് തുടങ്ങാനായിട്ട് ഇരുന്നതാണ്, പക്ഷെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും സമയം 5:15. അപ്പോൾ നമ്മൾ ഇന്ന് നോറ വാവയ്ക്ക് ഒരു ഉടുപ്പ് തയ്ക്കാൻ പോവുകയാണ്. യെസ്, ആൻഡ് ദ വെരി ഹൈലൈറ്റിംഗ് പാർട്ട് ഓഫ് ദി വീഡിയോ ഈസ് ദാറ്റ് എന്താണ് തയ്ക്കാൻ പോകുന്നത് എനിക്കും വലിയ ധാരണയില്ല. യെസ്, രണ്ടുമൂന്ന് പാറ്റേൺ മനസ്സിലുണ്ട്. അതിലൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ ഫ്ലോപ്പ് ആയാൽ അത് കൺവേർട്ട് ചെയ്ത് മാറ്റി തയ്ക്കാനൊരു പ്ലാൻ ബിയും കൂടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വാവയുടെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ആൻഡ് യെസ്, ഹാപ്പി ബർത്ത്ഡേ വാവ. അപ്പോൾ ഈ എന്തെങ്കിലും പരിപാടിക്ക് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അത് കുളമാകാറാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ബിയും കൂടെ ഉണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്ലാൻ ബി തയ്ക്കാനുള്ള തുണി ഉണ്ടോ എന്നതാണ് അടുത്ത സംശയം. അത്യാവശ്യം ഒരു റേറ്റുള്ള ഒരു നെറ്റ് കൈൻഡ് ഓഫ് തുണി നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വിലയുള്ളതുകൊണ്ട് 1/2 മീറ്ററേ വാങ്ങിച്ചു. ആണ് വാവ എനിക്ക് കാണാനായിട്ട് ഇച്ചിരി ഉള്ളൂ. ഇതാണ് അളവിന് വേണ്ടി തന്നത്. ഈ അളവിലാണ് നമ്മൾ ഉടുപ്പ് തയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഡ്രസ് ഈസ് ദിസ് വൺ, കണ്ടോ? പിന്നെ ഇത് ഒരു കൈൻഡ് ഓഫ് വെൽവെറ്റ് ആണ്. ഇത് ഞാനൊരു ഇവിടെ കുറച്ച് പോർഷൻ വെക്കാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ നമുക്ക് മാക്സിമം കുറച്ച് കിട്ടുള്ളൂ, അതിലും കുറവ് നമുക്ക് കിട്ടില്ല. എനിക്ക് അത്ര വേണ്ടായിരുന്നു, പക്ഷെ നമുക്ക് നോക്കാം. ബാക്കി എവിടെയെങ്കിലൊക്കെ എനിക്കിങ്ങനെ കുത്തിത്തിരികെ കയറ്റാൻ നല്ല കഴിവാണ്. അപ്പോൾ നമുക്കത് പറ്റുമോ നോക്കാം. എന്താണേലും വിൽ സി. പറ്റിയാൽ കൊളായില്ലെങ്കിൽ യു വിൽ സീ ദിസ് വീഡിയോ. എല്ലാം ശരിയായി, പക്ഷേ ലാസ്റ്റ് എന്താ പറ്റിയെന്ന് വെച്ചാൽ കൊച്ചിനിട്ട് കൊടുത്തപ്പോഴത്തേക്കും പിന്നെയും തല കയറുന്നില്ല. പണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യം തയ്ച്ചപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തല കയറുന്നില്ല എന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കട്ടൊക്കെ ഇട്ട് പണ്ട് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതൊക്കെ നോക്കി അളവൊക്കെ എടുത്തിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും കഴുത്ത് കയറിയില്ല. ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്യണം, അതാണ് അടുത്ത പ്രശ്നം. ഒരാൾക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ടൈം എടുത്തിട്ട് നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്കത് ഭയങ്കര വാല്യുബിളായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഡ്രസ്സ് തുന്നുന്നു എന്ന് പറഞ്ഞു, ഇപ്പം ഒരു കടയിൽ പോയാൽ നമുക്ക് നല്ല ഇതിലും സൂപ്പർ ഡ്രസ്സ് നല്ല സാധനം കിട്ടും. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഇപ്പം നമ്മൾ കൊടുക്കുമ്പം അത് നമ്മുടെ എഫേർട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ടൈമാണ് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പം അത് സംതിങ് മോർ പ്രഷ്യസ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഭാവിക്കൊരു ഉടുപ്പ് തയ്ച്ച് കൊടുക്കാം എന്നൊരു തോട്ടിലോട്ട് വന്നതാണ്. നമ്മൾ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുമ്പം എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പക്ഷെ ഇപ്രാവശ്യം ഈ ഭാവിക്ക് കൊടുത്തപ്പം കഴുത്ത് കയറുന്നില്ല. കഴുത്ത് കയറാണ്ട് എങ്ങനെ ഡ്രസ്സ് ഇടാം? പക്ഷേ നമുക്കത് ചെയ്യാം. എനിക്ക് പറ്റുന്ന പോലെ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ചെയ്യണം എന്ന് തോന്നി. പക്ഷെ എന്നാലും അതിൽ ഒരു സുഖം ഉണ്ടായിരുന്നു തയ്ച്ചു കൊടുത്തപ്പോഴത്തേക്കും. കാരണം എൻ്റെ തയ്യലാണല്ലോ, ഞാൻ തയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ എപ്പോഴും തയ്ക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ തെറ്റ് വരും. ചെറുതായിട്ടൊന്ന് ശ്രദ്ധ തെറ്റുമ്പോഴത്തേക്കും തെറ്റ് വരും. അപ്പോൾ ഞാൻ അഴിക്കും. പ്രത്യേകിച്ച് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ആ തുണി നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് നല്ല പാടായിരുന്നു. ഞാൻ വിചാരിച്ചതിൽ ഞാൻ ഇതുപോലത്തെ ഒരു മോഡൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എളുപ്പമായിരുന്നു, കാരണം അത് കോട്ടണിലായിരുന്നു. പക്ഷേ ഇത് ഈ മെറ്റീരിയൽ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു. സാധാ തയ്ക്കുന്നതിനും കൂടുതൽ ടൈം എടുത്തു ഞാൻ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എനിക്കറിയാം, എനിക്കത് അത്രയും ഞാൻ വിചാരിച്ച അത്രയും പെർഫെക്ഷനിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു പാർട്ട്, എനിക്കറിയാവുന്ന ഒരു കാര്യം അത് എൻ്റെ ഫുള്ളസ്റ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സുഖം, അതാണ് ഈ ഡ്രസ്സ്. അത്രയും മാത്രമേ ഈ ഡ്രസ്സിലുള്ളൂ. കുറേ കുറവുകളൊക്കെ ഉണ്ട്, സൂം ചെയ്താൽ നല്ല കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല.